വിജയ് സൂപ്പർ പറഞ്ഞു വായി നിന്ന് സിനിമ ഇല്ല ആസിഫ് അലിക്ക് എത്ര മൂവി ഉണ്ട് ഗൈസ്, അങ്ങനെ കൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ നിന്നെ ഇവിടെ വെറുതെ വിടാന്ന് വിചാരിച്ചു. എപ്പോ വിജയ് സൂപ്പർ പൗർണമി അതല്ലെന്ന് എനിക്കറിയാം. എനിക്ക് ആസിഫ് അലിയുടെ സിനിമ ഓർക്കുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് വിജയ് സൂപ്പർ പൗർണമി. നീ ഇപ്പൊ എന്തു എഴുതി? ആസിഫ് അലിയുടെ സിനിമ കൂമൻ. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് വീഡിയോ ആണ്. ഗൈസ്, അപ്പൊ ഇന്ന് മൊത്തം നമുക്ക് ഇനി സ്വാഗതം പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ അമ്പേ അതെന്തത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ചാണ് ടെലിപ്പതി ചലഞ്ച്. അപ്പൊ ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ട് ആട്ടോ, ടെലിപ്പതി ചലഞ്ചിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ. അതെ, അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ കുറച്ച് വോയിസ് ഓവർ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മളോട് ഇന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത് ഷാനു ഡബിൾ ആണ് ഗൈസ്. ഷാനു സ്ക്വയർ. ഗൈസ്, എന്റെ ഹെഡ്ഫോണും എടുത്ത് കൈ വെച്ച് അതും ഇട്ട് അടിച്ച് പൊട്ടിച്ചിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോക്ക് ഇടയ്ക്ക് വന്ന് കയറി സ്വാഗതവും പറഞ്ഞ് അയച്ചാടാ കളിക്കൊണ്ട് ചിരിക്കുവാ. എന്തുവാടാ അമ്പോ, എന്താ പരിപാടി? വെൽക്കം പറഞ്ഞു. വെൽക്കം ഇടി വാങ്ങ. നീ എന്റെ കേട്ടല്ലേ മര്യാദക്ക് എന്റെ ഹെഡ്സെറ്റ് വന്നു. അതിന് അത് ചാവാനൊന്നുമില്ല, അതിങ്ങോട്ട് തന്നേ. ടെലിപ്പതി ആണല്ലോ, അപ്പം നമ്മൾ എത്രത്തോളം പൊരുത്തക്കേടുണ്ട്, അടി ഉണ്ടാക്കണോ, മൊത്തത്തിൽ പൊരുത്തക്കേടാണ്. ഇനി അതിനകത്ത് എവിടെയെങ്കിലും പൊരുത്തം ഉണ്ടോ നോക്കട്ടെ. അതെ, അടി ഉണ്ടാക്കണോ, ഇനി എന്തുകൊണ്ടേ ഒന്നിച്ചു പോകണോ, അതോ ഇനി അങ്ങോട്ട് പോകണോ, ഇങ്ങോട്ട് കടുകെട്ട് തീരുമാനങ്ങളൊന്നും എടുക്കാതെ വീണ്ടും ഓർമ്മ പുതുക്കി സ്ലേറ്റും ചോക്കും കൊണ്ടാ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മള് സ്ലേറ്റില് ഉത്തരം എഴുതുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ വിൻ ചെയ്യും. തെറ്റുള്ളവർക്ക് നല്ല അടിപൊളി വള്ളിച്ചൂരലുണ്ട്. വേറെണ്ടാ ഗൈസ്, ഞാൻ പറഞ്ഞ പണിഷ്മെന്റ് വേറെ എന്തെങ്കിലും കാപ്പുകൾ പറഞ്ഞു വേണ്ട. ചൂരലിന് എന്തെങ്കിലും ഒരു വർക്ക് വേണ്ടായിരുന്നു. എനിക്ക് അടിക്കണം. പക്ഷെ സുഖമായിരുന്നു. ഇങ്ങോട്ട് മാത്രല്ല അങ്ങോട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരുപാട്. അപ്പൊ നമുക്ക് എന്തായാലും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളിയായിരിക്കും. നമ്മുടെ ആദ്യത്തെ വീഡിയോ അടി പൊളിഞ്ഞിരിക്കുക. ആദ്യത്തെ വീഡിയോ സൂപ്പർ ആണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. പ്ലേ ചെയ്തോ, ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ആദ്യമായിട്ട് പോയിട്ടുള്ള ലോങ് യാത്ര എവിടേക്കാണ്? ഒന്നിനെ വെച്ചാൽ കേട്ടില്ല. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ആദ്യമായിട്ട് പോയിട്ടുള്ള ലോങ് യാത്ര എവിടേക്കാണ്? ഓക്കെ, എവിടെയാടാ നിനക്കറിയാവോ? എനിക്കറിയാം, എഴുതിയല്ലേ പറ്റത്തുള്ളൂ. എന്തായാലും പോയിട്ടുണ്ടല്ലോ ഒരു ലോങ് യാത്ര. തെറ്റിയ അടി കിട്ടും കേട്ടോ. ചെറിയ ഒന്നും അടിക്കാൻ പറയാൻ പാടില്ല. അടിക്കും, അടി കൊള്ളുക, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, നോക്കല്ലേ കേട്ടോ. ഒന്ന് പോയേ. നീ നിന്റെ ഉണ്ടാക്കാൻ പറ്റും. ഒരു കണ്ണ് അങ്ങോട്ടും ഒരു കണ്ണ് ഇങ്ങോട്ടും. ആ പരിപാടി വെരി സിമ്പിളാ. 3, 2, 1 ഗോ. എന്താ നീ എഴുതിയേക്കുന്നേ? യൂണിവേഴ്സിറ്റി. ഞാൻ കോട്ടയം. കോട്ടയം യൂണിവേഴ്സിറ്റി പോയത്. അങ്ങനെ പറയാൻ പാടില്ല. യൂണിവേഴ്സിറ്റി എഴുതാലോ. കോട്ടയത്തല്ലേ യൂണിവേഴ്സിറ്റി? നീ കോട്ടയത്താ യൂണിവേഴ്സിറ്റി. കോട്ടയത്ത് പോട്ടെ യൂണിവേഴ്സിറ്റിക്ക്. നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ആദ്യം ഒന്നിച്ച് പോയ ഒരു യാത്ര അങ്ങനെ കോട്ടയമാണ്. കോട്ടയം യൂണിവേഴ്സിറ്റി. അപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്ത് പറയാതെ കോട്ടയം എന്നൊരു സ്ഥലം. അതെന്തൊരു ഏർപ്പാടാ ഗൈസ്. അപ്പൊ നിന്റെ ഭാഗം ശരിയെന്നാണോ? അതെങ്ങനെ? അപ്പൊ എന്താണ് കോട്ടയത്തല്ലേ യൂണിവേഴ്സിറ്റി? ഓക്കെ ഗൈസ്, ഞാൻ കോട്ടയം എഴുതി പൊന്നല്ലെന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് പറഞ്ഞ കോട്ടയത്തായിരുന്നു. ഞാൻ അവിടെ വിട്ടു കൊടുക്കാൻ തയ്യാറാണ് ഗൈസ്. വിട്ടു കൊടുത്തില്ല ഗൈസ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷാനു ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റ് എന്താണ്? തേഞ്ഞു. ഷാനു ആദ്യമായിട്ട് ഗിഫ്റ്റ് തന്നത് എന്താണ്? എനിക്ക് ഗിഫ്റ്റ് തന്നു ഷാനു. നീ എനിക്ക് എന്തുകൊണ്ട് ഗിഫ്റ്റ് തന്ന ആദ്യമായിട്ട്?
അതായത് എനിക്ക് ഇവിടെ ഒരുപാട് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ശരിക്കും ആദ്യം തന്നെ മാത്രം എഴുതിയാൽ ഫസ്റ്റ് തന്ന ഗിഫ്റ്റ് ഐ തിങ്ക് ഒന്നും ഓർമ്മ വരുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എഴുതി കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. പഠിക്കാൻ വരുമ്പോ പഠിക്കണമായിരുന്നു, അപ്പൊ പെട്ടെന്ന് എഴുതായിരുന്നു. 3, 2, 1 ഗോ. നീ ട്രൗസർ ആണോ എഴുതിയേക്കുന്നത്? ടീഷർട്ടോ ഗൈസ്? ഞാൻ ഷർട്ടാണ് എഴുതിയേക്കുന്നത്. ഷർട്ട് ഞാൻ ഈ ഷർട്ട് അല്ലേ തന്നെ? ടീഷർട്ട് ആണോ വന്നേ? കൺഫ്യൂഷൻ ഉണ്ടോ? എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നെങ്കിൽ ടീഷർട്ടാണോ ഷർട്ടാണോ? ഇത് രണ്ടിലും ഏതോ ഒന്നാ, അല്ലെ രണ്ടെണ്ണം ഒന്നിച്ചായിരിക്കണം ഇത് തന്നത്. അതുകൊണ്ടായിരിക്കും. ഏതാ ഇതിലേതാ കറക്റ്റ്? ഗൈസ് ഇവക്കൊരു ബോധം ഇല്ലാത്തത് കാരണം അപ്പൊ എന്റെ ഷർട്ട് ഓക്കെ ആണെന്ന് ഞാൻ അങ്ങ് അംഗീകരിച്ചോട്ടെ. ഞാനപ്പോ എന്റെ ടീഷർട്ട് ഇതേ മനപ്പൊരുത്തത്തിന് വേണ്ടിയുള്ളതല്ല, ഇത് ഇവിടെ അടി ഉണ്ടാവാൻ വേണ്ടിയുള്ള. സത്യം പറഞ്ഞ എനിക്ക് ഒത്തിരി ഷർട്ടും ടീഷർട്ടും എന്താ ഷോർട്സും ഒക്കെ വാങ്ങി ആ സമയത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏതാന്നുള്ളത് അങ്ങോട്ട് കിട്ടും. ഞാനൊരു അടി അങ്ങോട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ തിരിച്ചു വേണ്ടി തരും. ഓക്കെ ഈക്വലായല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അമ്പുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? അമ്പുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അതായത് ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡാണോ അതോ വന്നപ്പോ സമയത്ത്? അല്ല, ഇപ്പൊ അമ്പുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. അമ്പു ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും അമ്പുവിന് കഴിക്കാൻ ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ അവള് ചോദിക്കുന്നതും ഒക്കെ. അമ്പുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോക്കല്ലേ ഗൈസ്? ഞാൻ എഴുതി കഴിഞ്ഞു. അവിടെ നിർത്ത്. എന്തുകൊണ്ട് എഴുതി വെക്കുന്നേ? പരീക്ഷയ്ക്ക് എഴുതാം ഇങ്ങനെ എഴുതി വെക്കുന്നേ ഗൈസ്. അപ്പോ 1, 2, 3 എന്റെ അറിവിൽ ഐസ്ക്രീം. ഇതെന്തോന്ന്? അയ്യോ, പാലോ? ഗൈസ് എന്റെ അറിവിൽ അമ്പു നോർമൽ തിങ്, അത് പാൽ അതിനകത്ത് പറയണ്ടേ? അത് അങ്ങനെ ഞാൻ ചോദിച്ചു, അമ്പു ഏറ്റവും കൂടുതൽ കഴിക്കുന്ന, അമ്പുവിന് കഴിക്കാൻ ഇഷ്ടമുള്ള, അമ്പു ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഐസ്ക്രീം. അമ്പുവിന് ഐസ്ക്രീം കഴിക്കാനും ഇഷ്ടമാണ്. അവൾ എപ്പോഴും ടൗണിൽ പോവാന്ന് പറഞ്ഞതിന് കക്കിരി 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 എന്ന് പറഞ്ഞോണ്ടിരിക്കും. എന്റെ അറിവിൽ അമ്പു ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇങ്കി 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 മമ്മ ഇങ്കി ഇങ്കി. അതൊക്കെ സമ്മതിച്ചു. ഇന്നലെ കൊച്ചിന്റെ ഐസ്ക്രീം മേടിച്ചെടുക്കാന്ന് പറഞ്ഞാണോ? ആണോ? ഇന്നലെ കൂടെ കൊച്ചിന് ഐസ്ക്രീം മേടിച്ചെടുക്കാന്ന് പറഞ്ഞു. വീണ്ടും വീണ്ടും എനിക്ക് അടിയാണ്. സത്യം പറഞ്ഞ പാൽ അവൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അതാ ഇപ്പൊ പാൽ അതിനകത്ത് ഫുഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, മൈ മിസ്റ്റേക്ക്. ഒരു കാര്യം അറിയാം, ഇത് ഇത്ര നേരമായിട്ട് 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. 3 ക്വസ്റ്റ്യൻ ഓർമ്മ പോലും നേരെ ആക്കിയിട്ടില്ല ഞാൻ, പിന്നെ നീയും. അപ്പോ 4ാമത്തെ ക്വസ്റ്റ്യൻ പോരട്ടെ. നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് പുറത്തു പോയാൽ ഓർഡർ ചെയ്യാൻ സാധ്യത കൂടുതലുള്ള ജ്യൂസ് ഐറ്റം ഏതാണ്? ഇതൊക്കെ ഭയങ്കര ടഫ് ഉള്ള ചോദ്യം. അതായത് ഞങ്ങൾ രണ്ടും പുറത്തു പോയി കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാനുള്ള സാധ്യതയുള്ള ജ്യൂസ് ഐറ്റംസ് ഭയങ്കര. ഞാൻ പറയാം ഓൾറെഡി ഞാൻ ഇതൊക്കെ പറയാം. എനിക്ക് 1.5 മണിക്കൂർ നിന്നിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. ഇവിടുന്ന് പോകുന്നതും പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് കഴിക്കണം എന്ന് തന്നെ ചിന്തിക്കുന്നതിന് ഭയങ്കര റയറാണ്. ഇനി ചെന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ പറ, പിന്നെ അവിടുത്തെ മെനു മെയിൻ ഇതാണ് ഗൈസ്. ഇവളെന്നോട് പറയും നീ പറ. അപ്പൊ ഞാൻ പറയും നീ പറ. ഞങ്ങളതിനെ കുറെ പറ വയ്ക്കും. അങ്ങനെ പറയുന്നതിന് അവസാനിക്കും. പിന്നെ അവസാനം മെനു കാർഡ് എടുക്കും, അതിന്റെ താളുകൾ ഫുള്ള് മറിച്ച് നോക്കും, കിട്ടത്തില്ല. പിന്നെ അവസാനം ഞങ്ങൾ ചെന്ന് കയറുന്ന ഒരു സംഭവം ഉണ്ട്. പിന്നെ അത് എഴുതണേ പറഞ്ഞു. ശരിയാക്കിയാ മതിയായിരുന്നു ഇതെങ്കിലും. ചിലപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം ഞാൻ എഴുതി തന്നപ്പോൾ ഒരു അക്ഷരം മാറിപ്പോയി. പിന്നെ അത് ആഡ് ചെയ്തപ്പോഴത്തേന് അത് എന്തോ പോലെ എങ്കിലും ഞാനത് പറയാം. ഓക്കെ, 1, 2, 3 ഗോ. എന്തോടാ നീ എഴുതി? ഒത്തിരി ഉണ്ടല്ലോ. കരിക്കിൻ ഷേക്ക്. എന്തത്? ഞാൻ എഴുതുന്നത് മിന്റിലയുമാണ്. അല്ലല്ല ശരി സത്യം. കരിക്ക് ഷേക്കാണ് ഞങ്ങൾ പുറത്ത് ഏറ്റവും കൂടുതൽ കഴിക്കാറുള്ളത്. പിന്നെ മിന്റിലയും മേടിക്കാറുണ്ട്. കാര്യം എന്താ വെച്ചാല് അതെന്തെങ്കിലും കഴിക്കുമ്പോ നമുക്ക് ഫുഡായിട്ട് പോകുന്ന മറ്റ് ജ്യൂസുകൾ ഓക്കെ അല്ലെന്ന് കാണുമ്പോ നമ്മള് മേടിക്കും. അതെന്താ എന്തെങ്കിലും ബിരിയാണി അല്ല മന്തി അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ നമ്മള് കോക്കനട്ട് സീരിയസ് ആയിട്ട് അടിക്കുന്നേ. ഞങ്ങൾക്കൊക്കെ ട്യൂഷൻ സെന്ററിൽ ഇഷ്ടം പോലെ അടി കിട്ടിയത്. അത് ഇവിടെ തീർക്കും പിടിച്ചു വെച്ചടിക്കുന്നത് ഗൈസ്.
ഗൈസ് പൊന്നെ എന്നെ അടിച്ച് എൻ്റെ കയ്യിലിരുന്ന ചോക്ക് വരെ രണ്ടായിട്ട്. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ. അമ്പുവിന്റെ കൂടെ അമ്പു വന്നതിന് ശേഷമായിട്ട് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ലോങ് യാത്ര എവിടേക്കാണ്? അമ്പു വന്നതിന് ശേഷം ഓക്കെ അത് പറയാൻ പറ്റും ഗൈസ്. അതെനിക്ക് കിട്ടി. റെഡിയാണ്? Yes, I'm ready. മിസ്സസ് ഷഹന ഫാത്തിമ റെഡിയാണോ? Yes. താങ്കളുടെ ക്വസ്റ്റ്യൻ ആൻസർ കാണാൻ ഞാൻ എടോ, ആഗ്രഹിക്കുന്നു. പദ്യപാരായണം വിട്ടിട്ട് കാര്യത്തിലിട്ട് വേണം. 1 2 3 ഗോ. ഗൈസ് എറണാകുളം. അയ്യോ, അപ്പൊ എനിക്ക് തെറ്റിപ്പോയി. നാത്തൂൻസ് ഹൗസോ? കുളത്തപ്പുഴ അങ്ങനെ സ്ഥലത്തിന്റെ പേര് മാത്രമേ. ഇവള് ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര വാക്കും കിട്ടുന്നില്ല പറയാന്. നൂഡിൽസ് പടി ഇടിയപ്പം കുഴച്ച രീതിയിലൊക്കെ എഴുതി വെക്കുന്നത് നാത്തൂൻസ് ഹൗസ്. അത് ഓക്കെയാണ് ഗൈസ്. ഏകദേശം ഇവിടെ ഒരു 60 ശരിക്കും താഴെ എഴുതുന്നുള്ളൂ ഗൈസ്. സത്യം പറഞ്ഞാൽ പെങ്ങളുടെ വീട് കൊളുത്തുപുഴ. ഇവിടുന്ന് ഏകദേശം 67 70 കിലോമീറ്റർ കൂട്ടിക്കളാം. പക്ഷെ നമ്മൾ ലോങ് പോയേക്കുന്നത് ഈ അടുത്തായിട്ട് അമ്പുമായിട്ട് ഏറ്റവും കൂടുതൽ ലോങ് പോയേക്കുന്നത് എറണാകുളമാണ് ഗൈസ്. അതിനി മാറ്റി പറയാനുള്ള കാരണം ഇവിടെ മാറ്റി പറയും. അതിവിടെ നടക്കത്തില്ല. കഴിഞ്ഞിട്ടുണ്ടേ ട്യൂഷൻ സെന്ററിൽ എന്തോ കിട്ടിയിട്ടുണ്ടോ പറഞ്ഞില്ലേ? സോറി കേട്ടോ. അത് പൊന്നെ ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറാട്ടോ. ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന സാറാണ്. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതാണോ അതോ വീട്ടിലിരുന്ന് OTT വഴി കാണുന്നതാണോ കൂടുതൽ ഇഷ്ടം? അത് എന്റെ ഭാഗം ഭയങ്കര ക്ലിയർ ആണ്. പക്ഷെ എങ്കിൽ പൊന്നയുടെ ഭാഗം ക്ലിയർ ആണെന്ന് പറയില്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല. തിയേറ്ററിൽ പോയി കാണുന്നതാണ് വീട്ടിലിരുന്ന് കാണുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ, ആൻസർ എഴുതാനല്ലോ. ഇഷ്ടമാണോ എഴുതേണ്ടത് അത് നടക്കുന്നതാണോ എഴുതേണ്ടത്? ഇഷ്ടം. എനിക്ക് ഡൗട്ടൊന്നുമില്ല കേട്ടോ. പൊന്നയുടെ കാര്യത്തിലും ഡൗട്ടൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ കാണിക്കാം ഗൈസ്. അതായിരിക്കുമല്ലോ നല്ലത്. 3 2 1 ഗോ. തിയേറ്റർ. പക്ഷെ സാധിക്കാറില്ലെന്ന് മാത്രം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം തിയേറ്ററിൽ ഒരു ടൈം അല്ലേ, 1 ടൈം നമ്മൾ പോയിട്ടുണ്ട് ഗൈസ്. പക്ഷെ പിന്നീട് നമുക്ക് അങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ കാണാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നിട്ടില്ല. പക്ഷെ പോണമെന്ന് ആഗ്രഹിക്കാറുണ്ട്, പക്ഷെ നടക്കാറില്ല. കാരണം പൊന്നെ സമ്മതിക്കാറില്ല. നമ്മളങ്ങനെ ഒത്തിരി നാളായി സിനിമയ്ക്ക് പോയിട്ട്. നമുക്ക് വീട്ടിൽ സിനിമ കാണാറുണ്ടെങ്കിലും തിയേറ്ററിൽ പോയി കാണണമെന്നാണ് ആഗ്രഹം. ഫ്രീ ആയിട്ടിരിക്കുമ്പോ ചെയ്യാൻ എന്തോ പറയുന്നത്. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് പൊന്നായിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും ഒരൊറ്റ കാര്യമുള്ളൂ ചെയ്യാൻ ഇഷ്ടം. അതെന്താടി ഫ്രീ ആയിട്ടിരിക്കുമ്പോ ചെയ്യാനുള്ള ഇഷ്ടം? അങ്ങനെ ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കാറില്ലല്ലോ. എന്തുകൊണ്ട് എന്നെ പറ്റി ചെയ്യുന്നത്? ഫ്രീ ആയിട്ടിരിക്കുമ്പോ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എഴുതി ഒപ്പിട്ട് ഞാൻ. 3 2 1 ഗോ. ഞാൻ കിടക്കുകയോ? ഒരിക്കലും അല്ല. ഫോണ് തോണ്ടൽ. കിടക്കുകയല്ല. 2 മണിയായാലും 1 മണിയായാലും 2 മണിയായാലും കിടക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല. ഹാളിൽ തന്നെ ഇരുന്ന് ഫോണിൽ റീൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ്. ഫോണിൽ അങ്ങനെ ഞാൻ വീഡിയോ എഡിറ്റിങ്ങും ഫോണ് തോണ്ടലാണേ. ഫോണ് തോണ്ടിയല്ലേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ. എപ്പോഴാ കിടക്കുന്നേ? ഒരു 4 മണി. അടിച്ചു. അതാ നല്ലത്. എന്നാ പറഞ്ഞ കാര്യം കറക്റ്റ്. ഈ ഇടയായിട്ട് എനിക്ക് ഭയങ്കര ഫോൺ യൂസേജ് ആണ്. എന്നിലെന്തോ ഒന്ന് കേറിയിട്ട് എന്നെ അറിയാതെ ഫോണിലോട്ട് കുത്താൻ തോണ്ടാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് ബാധയല്ല പൂതയാണ്. എന്റെ വളരെ വല്ലാണ്ടൊക്കെ ചൊറിയത്. പൈസ കിട്ടാല്ലേ? ഞാൻ പട്ടി തരും. അത് പട്ടി തരുമോ? അടി ആയിരിക്കും. എന്റെ കൈ നല്ലോണം ചൊറിയുന്നുണ്ട്. എടാ മോനെ കുളിക്കണം നേരാ മണ്ണം. നോക്കുക ക്രിയേറ്റിവിറ്റി കഴിവ് കൂടി ഇവളൊരു സോറി ഗൈസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത്? അതിപ്പോ അങ്ങനെ ചോദിച്ചു
നോ ഡൗട്ട്. ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന ആരാ? ഞാനാണോ? സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഞാൻ എഴുതിയിരിക്കുന്നു. ഓക്കെ, കാണിക്കാന്നാ. 1 2 3 ഗോ. ഗൈസ്, അത് ഞാൻ തന്നെയാണ്. നീ എന്ത് എഴുതി? നീയാണോ? നീ എന്ത്? അല്ല, നീ അല്ല, ഞാനാ. എടാ, അപ്പൊ ഞാൻ പിന്നെ ചെലവാക്കുന്നൊക്കെ എന്താ? പൈസ അല്ലേ? ഗൈസ്, എന്റെ അറിവില് എനിക്ക് തോന്നുന്നു ഇവിടെക്കാട്ടിലും കുറെ കിസ്മത്ത് സാധനങ്ങളൊക്കെ മേടിക്കുന്നതൊക്കെ ഞാനാണ്. മീൻസ് ഇപ്പൊ എനിക്ക് വേണ്ടി മാത്രട്ടാ, പിന്നെ അങ്ങനെ പൊന്നാക്ക് വേണ്ടിട്ടായിട്ട് അങ്ങനെ ചെലവാക്കുന്നത് വളരെ വിരളമാണ് ഗൈസ്. അങ്ങനെ അല്ല, നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അമ്പുന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ പൊന്നാണ്, അല്ലെങ്കിൽ പക്ഷം ഞാനാണ്. അത് പക്ഷെ കറക്റ്റ് ആണ്. രണ്ട് രീതി നോക്കുവാനല്ലേ അത് ഓക്കെയാണ്. ഇനി ഏത് രീതിയിലാണ് പേഴ്സണൽ സാധനങ്ങൾ നീ കൂടുതൽ മേടിക്കും, അല്ലെങ്കിൽ ഇപ്പൊ വണ്ടിക്ക് ആവശ്യമായിട്ടുള്ളതായിട്ടുള്ളതോ അല്ലെങ്കിൽ അത് രണ്ട് ഞങ്ങളാണ് ഗൈസ്. സേവിങ്സ് ഞങ്ങളാണ്, ചെലവാക്കുന്നത് ഞങ്ങളാണ്. അതെ അതെ, ചെലവാക്കുന്നതും കളയുന്നതും നശിപ്പിക്കുന്നതും എല്ലാം ഇവളാണ് ഗൈസ്. ഗൈസ്, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് ആരാണ്? നോ ഡൗട്ട്. Three, 2, 3, 2. ഗോ. അത് ഷാനുവാണേ. ഷാൻ നേരത്തെ ഈ അധികാലേ എഴുന്നേക്കാൻ എനിക്ക് ഇഷ്ടമുള്ള ആളല്ലായിരുന്നു ഞാൻ. എനിക്ക് പോലെ കിടന്നൊരു പെണ്ണായിരുന്നു. ചുമ്മാ അങ്ങനെയൊന്നുമില്ല. എനിക്ക് രാത്രി കൂടുതൽ സമയം ഉണർന്നിരുന്നിട്ട് രാവിലെ നേരത്തെ എണീക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അതെ, താങ്കൾ പറയൂ. അയ്യേ, ഞാനിപ്പോ എന്താ രാത്രി കൂടുതൽ ഉണർന്നിരുന്നിട്ട് രാവിലെ താമസിച്ച് എഴുന്നേക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോ എന്റെ പുത്രി എന്നെ അതിന് സമ്മതിക്കുന്നില്ല. അവൾ ഉറങ്ങിയില്ലെങ്കിലും എന്നെ രാവിലെ വിളിച്ചുണർത്തും. നേരത്തെ എണീക്കട്ടെ. നേരത്തെ പറഞ്ഞാൽ ഉറങ്ങത്തില്ല, പിന്നെ ഇടയ്ക്കെന്ന് കണ്ണടക്കത്തേ ഉള്ളൂ. പക്ഷെ ഞങ്ങളാണെങ്കിൽ ഒരു 4 മണി വരെയൊക്കെ സിനിമയും ഫോണും എന്തോ ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോ വണ്ടിയുടെ പാർട്സ് ഒക്കെ ഇങ്ങനെ ഇളക്കുന്നതും ഫിറ്റ് ചെയ്യുന്നു ഒക്കെ. പക്ഷെ അത് കാണുമല്ല ചെയ്യുന്നത്, ഹെഡ്സെറ്റ് വെച്ച് അവിടെ കിടക്കുകയോ ചെയ്യുന്നത്. ഒരു സമയം എങ്കിലും കണ്ണടയാത്ത കാരണം ഞാൻ എന്തെങ്കിലും വെച്ചിട്ട് ഹെഡ്സെറ്റ് എന്നോടൊന്ന് എടുക്കാൻ പോവാണെങ്കിൽ ഇങ്ങനെ ഒരു പിടിയാ നമ്മുടെ കയ്യിൽ കൂടെ ചേർത്ത് വെച്ചിട്ട്. നീ എന്നെ സോറി. നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ദിവസം ഏതാണ്? ഞാൻ ചിന്തിക്കുന്ന ആ ഡേറ്റിനെ പറ്റി ആലോചനയുണ്ട്. എന്നാ ഗൈസ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടേ? സത്യം പറയാലോ, പിന്നെ ആ ഡേറ്റ് ഓർത്തിരിക്കാനുള്ള ചാൻസ് ഇല്ല. കാരണം അങ്ങനെ ഒരു ദിവസമായിരുന്നു അത്, ഇല്ലയോ? നിനക്ക് ഓർമ്മയില്ലടാ? പിന്നെ നീ എഴുതുന്നേ ഗൈസ്, അതിപ്പോ എന്തോ എഴുതുക? ഡേറ്റ് ഒന്ന് സീരിയസ്ലി എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല. ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഇല്ലാതെ പോയി നിനക്ക് തന്നെ അടിക്കാം. നീ ഇവളിപ്പോ അതൊരു ഡേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, അതുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ അടിക്കൊള്ളാം. അതെങ്ങനെ? ഓ ഗൈസ്, അതൊരു വിഷയമാണ്. ഓക്കെ ഗൈസ്, 3, 2, 1 ഗോ. എന്താ ഞാൻ ഓർമ്മയില്ല. എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു ലവ് ആനിവേഴ്സറി ഡേറ്റ് ഞങ്ങൾക്കില്ല. പിന്നെ ഞാനിപ്പോ ഇവിടെ എഴുതി വെച്ച ജനുവരി 1. അത് ന്യൂ ഇയർ. ശരിയാ, പൊട്ടത്തെറ്റ് എഴുതി വെക്കുന്നതിന് അടിമേ. അത് ഞങ്ങൾക്ക് ഓർമ്മയില്ല ഗൈസ്. അപ്പൊ നിങ്ങൾ അടിച്ചു, ഞാൻ തിരിച്ചടിക്കാം. ഞാനൊരു ഓർമ്മയില്ല, അത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓർമ്മയില്ല, എന്നിട്ട് പോയി വെച്ചിരിക്കുക ജനുവരി 1. ഞാൻ എന്തെങ്കിലും എഴുതണമെന്ന് വിചാരിച്ച് എഴുതിയതാണ്. വീട്ടില് എന്തെങ്കിലും സാധനം കാണാതെ പോയാൽ അത് കണ്ടുപിടിക്കാനുള്ള കഴിവ് ആർക്കാണ് ഏറ്റവും കൂടുതൽ? ഇത് പൊക്കി പറയണം. ഓക്കെ, കാണിക്കട്ടെ. നീ പറ. 3, 2, 1 ഗോ. ഗൈസ്, അത് ഷാനു. സത്യം പറയാം ഗൈസ്, ഇവളുടെ ഒരു ഇന്റലിജൻസ്. എനിക്ക് ലവ് തന്നെ. ഓക്കെ ഗൈസ്, ഇവള് എനിക്കെല്ലാം കണ്ടുപിടിക്കാൻ ഇച്ചിരി
ഇച്ചിരി ബുദ്ധി കൂടുതൽ. ഇവർക്ക് കണ്ടുപിടിക്കാൻ എന്ത് കാര്യം ഇവള് പെട്ടെന്ന് കണ്ടുപിടിക്കും. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചിപ്പോ കളഞ്ഞു പോയാലും ഇല്ലെങ്കിൽ തന്നെ ഇവിടെ എന്തൊരു കാര്യമാണ് ഇവള് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നല്ല അടിപൊളി. അതെന്തുണ്ടെന്നറിയോ, എനിക്ക് നല്ല ഓർമ്മയുള്ളതുകൊണ്ട് അവിടെ കുറെ അരണകളുണ്ട്. താക്കോലുണ്ടെന്ന് അലമാരയുടെ സൈഡില് കുളത്തിൽ തൂക്കി ഇട്ടിട്ട് അവിടെ നിന്നോണ്ട് എന്നോട് ചോദിക്കും, എടി താക്കോൽ കണ്ടോടി, താക്കോൽ കണ്ടോടി. വേർക്കുന്നല്ലോ ആ കാര്യത്തിൽ സീരിയസ് ആയിട്ടോ. പൊന്ന അടിപൊളിയായിട്ട് എന്ത് സാധനം എവിടെ പോയെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് എന്റെ ഇല്ല കണ്ടില്ലെന്ന് പറഞ്ഞാൽ അലറി വിളിച്ച് ഞാൻ നടക്കുമായിരിക്കും. പക്ഷെ സഡൻ ആയിട്ട് ഇതാ ഇവിടെ ഇരിപ്പണ്ട് പോയി നോക്കിയോ എടുത്തു. ഭയങ്കര കാഞ്ഞ ബുദ്ധിയായിരുന്നു. നിർത്ത്. സോഷ്യൽ മീഡിയയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ രണ്ടുപേരും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? പൊന്നാട എഴുതണം, എന്റെ എഴുതണം. എന്നുവെച്ചാ രണ്ടുപേരെ എഴുതണോ? ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏത് പ്ലാറ്റ്ഫോമാണ്, പൊന്ന യൂസ് ചെയ്യുന്നത് അങ്ങനെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതാം. അല്ല ഒരു സെക്കൻഡ്, ഞാൻ എഴുതുന്നത് നീ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് അല്ല, രണ്ടും എഴുതണം. നീ യൂസ് ചെയ്യുന്ന ഏതാണെന്ന് നീ എഴുതണം, ഞാൻ യൂസ് ചെയ്യുന്ന ഏതാണ് എഴുതണം. ഓക്കെ. 3, 2, 1 go. ഗൈസ് ഞാൻ എഴുതി നിങ്ങൾക്ക് വായിക്കാൻ മനസ്സിലാവും. ഞാൻ ഷോർട്ടായിട്ട് എഴുതി വെച്ചേക്കട്ടോ. നിങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ എന്റെ നോക്കുന്നത് ഒന്നും എഴുതിയിട്ടൊന്നുമില്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഏത് പ്ലാറ്റ്ഫോം ആണെന്ന് പറഞ്ഞാൽ പോരെ, എഴുതി വെച്ചിട്ടുണ്ട്. ഗൈസ് എന്റെ അറിവിൽ പോലെ ഏറ്റവും കൂടുതൽ സ്ക്രോൾ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം. അപ്പൊ അത് കറക്റ്റ് ആണ്, ഒരു ടിക്ക് മാർക്ക് ഇട്ടേക്കാം. പിന്നെ ഇനി അടുത്ത എന്റെ കാര്യം നീ പറ. അപ്പൊ ഞാൻ പറയാലോ. ഏറ്റവും കൂടുതൽ യൂട്യൂബ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ യൂട്യൂബ് യൂസ് ചെയ്യാറുണ്ട്. എടുക്കുമെങ്കിൽ പോലും യൂട്യൂബ് ആണ് കൂടുതൽ യൂട്യൂബും ഫേസ്ബുക്കും. നൗ ജെമിനി മുറ്റത്ത് മഴക്കാറുണ്ട്. ജെമിനി ഇപ്പൊ മഴ പെയ്യോ? ജെമിനി ഇക്ക് വഴക്കുണ്ടാക്കി. ജെമിനി 6 വയസ്സുള്ള ഒരു കുട്ടിയെ നന്നാക്കാൻ എന്ത് ചെയ്യണം ജെമിനി? എന്താ കാര്യം ഉണ്ടെങ്കിലും ജെമിനി. ഗൈസ് ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ സോഷ്യൽ മീഡിയാസും യൂസ് ചെയ്യും. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് യൂട്യൂബ് തന്നെയാണ്. കാരണം അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നല്ല ആക്റ്റീവാണ്, ഫേസ്ബുക്കും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പറഞ്ഞാൽ ഇപ്പം ജെമിനിയോട് കുറച്ച് അറ്റാച്ച്. ഞങ്ങൾ തമ്മിൽ പലരും പറയുന്നത് ലബ്ബാന്ന്. ഷാനുവിന് ഏതുതരം ഫുഡിനോടാണ് കൂടുതൽ താല്പര്യം? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എരിയുള്ളത്, മധുരമുള്ളത്, പുളിയുള്ളത്, തണുത്തത്, അങ്ങനെ ചൂസ് ചെയ്യാം. കുഴപ്പിച്ചു കളഞ്ഞു. ഓക്കെ, എഴുതട്ടാ നോക്കല്ലേ. ഓക്കെ, റെഡി ഇല്ലയോ? ഇതില് ഡൗട്ട് ഒന്നുമില്ല. ഷാനുവെന്നല്ലേ ചോദിച്ചത്? നിന്റെ ഇവളെന്താ? 3, 2, 1 go. തണുത്തത് മീൻസ് ഇവർക്ക് നല്ല തണുത്ത് കോൾഡ് ആയിട്ടുള്ള ഐസ്ക്രീം, തണുപ്പുള്ള എന്ത് ആഹാരമായാലും പൊന്നാക്കി ഭയങ്കര ഇഷ്ടമാണ്. പൊട്ടിക്കും. ഇതൊക്കെ എത്ര വേണം കഴിക്കാം. എരിയുള്ള സാധനമൊക്കെ എങ്ങനെ കഴിക്കും? ഒരു 2 ബൈറ്റ് എരി എടുത്താൽ തീർന്നു ഞാൻ. പക്ഷെ എനിക്ക് തണുപ്പ് ഇഷ്ടമാണ്. തണുപ്പ് ഇഷ്ടമല്ല, ഐസ്ക്രീം ഒക്കെ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ കുറച്ച് എരിവും പുളിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മസാലസ് ഒക്കെ ഇട്ട്. ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന സ്ഥലം ഒന്നുകിൽ ഏതെങ്കിലും വേറെ ജില്ലയാകാം, അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ തന്നെ ഉള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റ് ആകാം, അല്ലെങ്കിൽ വീട്ടിലെ ബിരിയാണിയും ആകാം. റെസ്റ്റോറന്റ് പേര് ഭയങ്കര ടഫാണ്. ഒന്നെങ്കിൽ പ്ലേസ്, അല്ലെങ്കിൽ റെസ്റ്റോറന്റ്, അല്ലെങ്കിൽ വീട്ടിലത് പ്ലേസ്. അതായത് ബിരിയാണി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പ്ലേസ് പറഞ്ഞത്. ഓക്കെയാണ്. ഓക്കെ, റെഡി. 3, 2, 1 ഗോ. ഗൈസ് തലശ്ശേരി. തലശ്ശേരി ഹോട്ടലാണോ അതോ പ്ലേസ് ആണോ? അല്ല, ഞാൻ പറഞ്ഞത് ഈ തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന തലശ്ശേരി ബിരിയാണി എന്ന് കേൾക്കാം. ഞാൻ എഴുതിയത് പത്തനംതിട്ടയിലുള്ള അമാനി റെസ്റ്റോറന്റ്. കാരണം ബിരിയാണി തരുമ്പോ അങ്ങോട്ടാണല്ലോ പോകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നീ എഴുതിയില്ലേ കറക്റ്റ്? കാരണം ഞാൻ എഴുതിയെന്ന് വെച്ചാൽ ബിരിയാണി കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന പേര് തലശ്ശേരി നോർമലി തലശ്ശേരി ബിരിയാണി അല്ലേ പറയാ. ബിരിയാണി കിട്ടില്ല, സങ്കടത്തിലായിട്ട് തരമായോ പതി അടിക്കണം പോലെ ഞാൻ എപ്പോഴും പറയുന്നത്. അടിക്കുമ്പോ പതി അടിക്കണം, കയ്യിലൊക്കെ താഴെ അടിച്ച് കളയട്ടെ. നിന്റെ മനസ്സിൽ നീ എന്നെ പതി അടിക്കുന്നതായിരിക്കും ഉള്ളത്. എനിക്ക് പക്ഷെ അങ്ങനെയല്ല. ഇല്ല, അടുത്താവട്ടെ. നല്ലപോലെ അടിച്ചത്. ആദ്യമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാണ്? അയിനോ
അയ്യോ റെഡിയാണോ? അവൾ അവളുടെ പേര് എഴുതി വെച്ചു. റെഡി അല്ലേ? 3, 2 ഗൈസ്, ഇത് പറഞ്ഞില്ലെങ്കിൽ സത്യം ഇവിടെ അടി നടക്കും. അടി നടക്കുന്ന ഗംഭീര അടി നടക്കും. 3, 2, 1 ഗോ. കൂമൻ. എനിക്ക് എന്റെ പേരറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ആസിഫ് അലി മൂവി ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ആസിഫിയുടെ മൂവി ആയിരുന്നു കൂമൻ. നമ്മള് ഒരു സമയത്ത് ഇവളുടെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ട് നമ്മള് യൂണിവേഴ്സിറ്റി പോയി, കോട്ടയത്ത് യൂണിവേഴ്സിറ്റി പോയ സമയത്ത് പോയ സമയത്ത് കുറച്ച് ഗ്യാപ്പ് കിട്ടിയ ഗൈസ്. അപ്പം ആ സമയത്ത് ഞങ്ങൾ തിയേറ്ററിൽ കയറി, കോട്ടയത്തിലൊരു തിയേറ്ററിൽ കയറി സിനിമ കണ്ടു. ആ സിനിമയുടെ പേരാണ് കൂമൻ. ആസിഫ് അലിയുടെ മൂവി ആയിരുന്നു. പകുതിക്കാണെങ്കിൽ ഇറങ്ങി പോയി, കാരണം സമയം ഒത്തിരി പോയി. അപ്പം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഗൈസ്. കൂമൻ. അപ്പം പിന്നെ പേര് എഴുതിയില്ലെങ്കിലും കിട്ടിയില്ല, ആസിഫ് അലിയുടെ പേര് എഴുതിയില്ല, അപ്പൊ അങ്ങോട്ട് കൊടുത്തേക്കുന്നു. എനിക്ക് വിജയ് സൂപ്പറും പറഞ്ഞു വായിരുന്ന സിനിമ ഇല്ല. ആസിഫ് അലിക്ക് എത്ര മൂവി ഉണ്ട് ഗൈസ്, അങ്ങനെ കൊണ്ട് കാര്യമില്ല. ഞാൻ നിന്നെ ഇവിടെ വെറുതെ വിടാന്ന് വിചാരിച്ചു. എപ്പൊ വിജയ് സൂപ്പറും പൗർണമിയും അല്ലെന്ന്, അതല്ലെന്ന് എനിക്കറിയാം. എനിക്ക് ആസിഫ് അലിയുടെ സിനിമ ഓർക്കുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് വിജയ് സൂപ്പറും പൗർണമിയാണ്. നീ ഇപ്പൊ എന്തു എഴുതി? ആസിഫ് അലിയുടെ സിനിമ കൂമൻ. പിന്നെ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറക്കാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിരിക്കും. അപ്പൊ ആസിഫ് അലിക്ക് എത്ര സിനിമയുണ്ട്? കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, തോളത്ത് കൈയിട്ട് നിന്നിട്ടുണ്ട്. നീ നിന്നിട്ടുണ്ടോ? നീ ആരാ? നിനക്ക് വയ്യേ? ശരിക്കും നിനക്ക് വയ്യടാ. എടാ, ഈ സങ്കടം മാറ്റാൻ എനിക്ക് വൈകിട്ട് പോയ മിണ്ടരുത്. എടാ വാടാ.